പ്രിയപ്പെട്ടവരെ, സുരേഷ് പെരുങ്ങള്ളൂരാണ്. മലയോര നാട് ടി വിക്ക് വേണ്ടി മലയോര നാടിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് നിലമ്പൂർ പുറത്തുവിടുകയാണ്. ഇലക്ഷൻ കഴിഞ്ഞു, വോട്ടുകളെല്ലാം പെട്ടിയിലായി. വിജയപ്രതീക്ഷകളുമായി മുന്നണികളിങ്ങനെ കണക്കൂട്ടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അനായാസം UDFന് ജയിക്കാമായിരുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ. ആ നിലമ്പൂരിൽ വാദപ്രതിവാദങ്ങളും കോലാഹലങ്ങളും ഉണ്ടാക്കി പിന്നെ മത്സര രംഗത്ത് നിന്ന് വിട്ടുനിന്ന BJPയെ മത്സര രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ നടത്തി അതിലൂടെ BJP രംഗത്ത് വരികയും അത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട് എന്ന് പറഞ്ഞതുപോലെ ആയ ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. BJP മത്സരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നിലമ്പൂരിൽ ഉണ്ടായിരുന്നത്. അവർക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരു അനാവശ്യ മത്സരം എന്നുള്ള നിലയിൽ BJP വിട്ടുനിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അവസ്ഥയ്ക്ക് ഭംഗം വരുത്തിക്കൊണ്ട് അവർ BJP മത്സരിക്കാതിരിക്കുന്നത് LDFന് വോട്ട് ചെയ്യാനാണ് എന്നുള്ള ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് വന്നതാണ് BJPയെ ഈ രംഗത്തേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ കാരണമായി തീർന്നത്. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് വന്ന BJP പിന്നീട് നല്ല മുന്നേറ്റം കാഴ്ചവെക്കുന്ന ഒരു കാഴ്ചയാണ് നിലമ്പൂരിൽ കാണാൻ ഇടയായത്. അത്തരമൊരു സാഹചര്യം ഒഴിവായിരുന്നെങ്കിൽ UDF സ്ഥാനാർത്ഥിക്ക് അനായാസമായ ഒരു വിജയത്തിലേക്ക് എത്താവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നിലമ്പൂരിൽ. ഇപ്പോഴും UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് നേരിയ മുൻതൂക്കം തന്നെയാണ് നിലവിൽ കാണുന്നത്. സാഹചര്യങ്ങൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. തന്നെയല്ല, ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഒരു സംഘടനയെ കൂട്ടുപിടിച്ച് നിലമ്പൂരിൽ UDF വിജയിക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമിക്ക് തന്നെ കൊടുക്കേണ്ടി വരും. ഭാവിയിൽ കേരള രാഷ്ട്രീയത്തിൽ 2026 നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇത് എത്രമാത്രം ഗുണകരമാവും എന്നുള്ളത് പൊതുജനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു, നിലമ്പൂരിന് വെളിയിൽ എന്നുള്ളതാണ് സത്യം. ആ കൂട്ടുകെട്ടിലൂടെ UDF മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം 2026 തെരഞ്ഞെടുപ്പിൽ UDFന് ദോഷം ചെയ്യും എന്ന് പറയാനാണ് മലയോര നാട് TV ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഗ്രൗണ്ട് സപ്പോർട്ട് കാണുന്നത്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരു ജനത കേരളത്തിൽ ഉണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും അവരത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ഇനി ഏകദേശം മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു തന്ത്രത്തിലൂടെ വിജയിക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നത് ഗുണകരമാവില്ല എന്ന അഭിപ്രായക്കാരാണ് കൂടുതലും. അത് നിലമ്പൂരിലും അങ്ങനെ തന്നെയാണ് അഭിപ്രായം വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും അതിൻ്റെ ആവശ്യമില്ലാതിരുന്നു. അങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. LDFനെ സംബന്ധിച്ചിടത്തോളം സ്വരാജിനെ ഒരു കാരണവശാലും നിലമ്പൂരിൽ കൊണ്ടു നിർത്തേണ്ട കാര്യം ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. സ്വരാജിനെ പോലുള്ള ഒരു ആളിനെ നിലമ്പൂർ സ്ഥാനാർത്ഥിയാക്കിയത് മൂലം അതിൽ വിജയിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് നിർത്തിയതെങ്കിലും ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കും എന്ന് തോന്നുന്നില്ല. അൻവറിനെ വെല്ലുവിളിച്ച് അൻവറിനെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ നിലമ്പൂരിൽ ചെയ്യിച്ച് UDF മുന്നേറുമ്പോൾ BJPയുടെ കുതിച്ചുചാട്ടം ആണ് യഥാർത്ഥത്തിൽ ഈ മണ്ഡലത്തിൽ കാണാനാവുന്നത്. BJP നല്ല മുന്നേറ്റം നടത്തും. അത് എത്രമാത്രം ഉണ്ടാവും എന്നുള്ളത് വോട്ട് എണ്ണിക്കഴിയുമ്പോൾ മനസ്സിലാവും. ഈ ഒരു മുന്നേറ്റം കേരള രാഷ്ട്രീയത്തിൽ 2026 തെരഞ്ഞെടുപ്പിൽ BJP എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാക്കും. അതിന് മാറ്റമില്ല. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിലമ്പൂരിൽ ഇപ്പോൾ നടന്നത് മുഴുവനും.
ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവേണ്ട സാഹചര്യമില്ലായിരുന്നു. UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ നിർത്തി. ആര്യാടൻ ഷൗക്കത്തിലൂടെ ഒരു മത്സരത്തിലേക്ക് പോയി നല്ല രീതിയിലൊരു പ്രവർത്തനം കാഴ്ചവെച്ച് നിലമ്പൂരിൽ വിജയിക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ രാഷ്ട്രീയമായി പല കോണിൽ നിന്നും പല വിഷയങ്ങളിലേക്ക് കൊണ്ടുവരികയും BJP എടുത്തു ചാടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കായാലും അവർ നാളെ മറുപടി പറയേണ്ടതായി വരും, അതിന് സംശയമില്ല. അങ്ങനെ ഒരു വലിയ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. അത് മനസ്സിലാക്കിയിട്ടില്ല. ഇത് എങ്ങനെയെങ്കിലും അവസാനം ജയിക്കണം എന്നുള്ള ചിന്തയിലേക്ക് എത്തിയപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിയെ പിടിച്ച് UDFും PDPയെ പിടിച്ച് LDFും ചേർത്ത് പിടിച്ച് വിജയിക്കാനുള്ള അവസാന ശ്രമവും നടത്തി നോക്കിയത്. പക്ഷെ അത് രണ്ട് മുന്നണികൾക്കും അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യും. അതിന് യാതൊരു തർക്കവുമില്ല. ഇത്തരം കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ നടന്നത്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിയുമ്പോൾ മനസ്സിലാവും. കേരള രാഷ്ട്രീയത്തിൽ UDFന് ഒരു വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം അല്ല നിലവിൽ ഇപ്പോഴുള്ളത്. അത് പാർട്ടിയുടെ പ്രവർത്തന മേഖലകളിൽ ഉണ്ടായ ചില അസ്വാരസ്യങ്ങളും ചില നേതാക്കന്മാരുടെ പ്രവൃത്തികളും ഒക്കെ അതിന് കാരണമായിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ കേരളത്തിൽ മത്സരിച്ചെങ്കിൽ മാത്രമേ, അങ്ങനെ മത്സരിച്ചാൽ പോലും കേരളത്തിൽ UDFന് അടുത്ത ഒരു ഭരണത്തിലേക്ക് എത്താൻ കഴിയും എന്ന വിശ്വാസം മലയോരനാട് TVക്കില്ല. അങ്ങനെ വന്നാൽ കേരളത്തിൽ ഇനി വരുന്ന ഒരു 2026 വരുന്ന ഒരു തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് തീർച്ചയായും ഒരു തൂക്ക് മന്ത്രിസഭ എന്നുള്ള നിലയിലേക്കായിരിക്കും എത്തുക. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു മന്ത്രിസഭയാവും അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. അതിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പിന്താങ്ങിയെങ്കിൽ മാത്രമേ കേരളത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങനെ കേരളം മുന്നോട്ട് പോകാനും പറ്റത്തുള്ളൂ എന്നുള്ളതാണ് മലയോരനാട് TV നിലമ്പൂരിൽ നിന്ന് കണ്ടെത്തിയ റിപ്പോർട്ടുകൾ. നന്ദി, നമസ്കാരം.